ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു DSMC ഗെയിമിംഗ്. ഗായ്സ്, നമ്മുടെ വൺ ബ്ലോക്ക് വിത്ത് ഹൊറമോഡ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. സോ ഗായ്സ്, ഞാൻ ഈ എപ്പിസോഡിൽ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കുറച്ച് അത്യാവശ്യം വലിയ അപ്ഡേറ്റ് ആണ്. സംഭവം എന്ന് വെച്ചാൽ ഗായ്സ്, എനിക്ക് കിട്ടിയതിൽ വെച്ച് എല്ലാ ഹൊറമോഡ്സും ഇതിലിട്ടിട്ടുണ്ട് ഗായ്സ്. പോരാഞ്ഞിട്ട് നമ്മുടെ ഡിഫിക്കൽട്ടി ഇവിടെ ഹാർഡിലിട്ടിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ച ഹാർഡിലിടാത്തതുകൊണ്ടായിരിക്കും വലിയ ഹൊറമോഡ്സ് ഒന്നും സ്പോണാകാത്തതെന്ന്. ഹൊറമോബ്സ് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടവർക്ക് അറിയാം, അധികമൊന്നും ഹൊറമോബ്സ് സ്പോണായില്ല. ബട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഗായ്സ്, അതാരാ? അമ്മേ, രണ്ടാളുടെ എപ്പിസോഡ് ഇങ്ങനെ തുടങ്ങിയില്ല. അമ്മേ, എന്നെ കൊന്ന്. എന്തോ പറഞ്ഞ് ഒന്നും മനസ്സിലായില്ല. അമ്മീ, ഓടിക്കോ അമ്മി. മിമിക്കർ, അയ്യോ മിമിക്കർ. ചേട്ടാ, അതുപോലെ തന്നെ എന്റെ ഹൃദയം അടിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. നമ്മളെ വീടിന്റെ ഉള്ളിൽ മിമിക്കറുകാരി ഗൈസ്. മിമിക്കറിന്റെ പേര് എനിക്കറിയാം. ഇതാണ് ഗൈസ് മിമിക്കർ. ഇതാരാ? ഇതേത് പൊട്ടനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവങ്ങനെ വായുമ്പോൾ കണ്ട. അയ്യോ, ജസ്റ്റ് നമ്മളെന്നെ ചെയ്യ ഗൈസ്. സോ കുടുങ്ങിയ അവസ്ഥയായി പോയി. നമ്മളിനി ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് കുറച്ച് കഞ്ഞിയെല്ലാം കുടിക്കാം. അപ്പുറന്ന് എന്റെ കൈ വിറക്കുന്നുണ്ട്. അപ്പുറന്ന് ഹൊറമോഡ് വരുമ്പോ നമ്മള് കഞ്ഞി കുടിക്കുന്നത്. ഒമ്മോ ഗൈസ്, കൈ വരച്ചിട്ട് എന്നാ ചെയ്യണ്ടെന്നും കൊടുത്തിരുന്നില്ല. ഓ, ആ സീരിയസ് ആയിട്ട് അതാ അമ്മണ്ട താഴ്ത്തു പോയി. കുറച്ച് കഞ്ഞി കുടിക്കാം ഗൈസ്. അല്ലാണ്ട് അയ്യോ തുറക്കല്ലേ. ഓക്കെ, അവൻ പോയി. ഓ, രണ്ടാളും പോയി ഗൈസ്. ഓക്കെ, അത് പൊളിയായി ഗൈസ്. നമ്മളെ ചത്ത ഗ്രേപ്പ് സ്റ്റോൺ ഉണ്ട് ഇവിടെ. സോ നമ്മളധികം പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഐറ്റംസ് ഒന്നും അങ്ങോട്ട് തെറിച്ചു പോവില്ല. അതാ അടുത്ത ചങ്ങായി വന്നോ? ആരുല. സോ ഗൈസ്, നമ്മള് ഇന്നത്തെ എപ്പിസോഡിൽ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ഈ ഫേസ് മാറി അടുത്ത ഫേസിലോട്ട് എങ്ങനെയെങ്കിലും പോകാൻ നോക്കും ഗൈസ്. ഇത് സ്ലോ ആയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ഡ്രാഗനൊക്കെ കൊല്ലണ്ടേ ഗൈസ്. വെറുതെ എങ്ങനെ നിന്നാ മതിയോ? സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോഴത്തേക്ക് ഓരോരുത്തന്മാർ വരൂ. അടുത്ത് വന്ന് ആരടാ അത്? ഞാൻ വെറുതെ വിചാരിച്ചു, ഞാൻ സൗണ്ട് വെറുതെ ഉണ്ടായ. ഗോട്ട്മാൻ ഡൊല്ലർ ചവടാ. ഇവന് വാതിലിന്റെ ഉള്ളിൽ കൂടെ വരാനാവില്ല. അത് നന്നായി. നമ്മളെ വീടിന്റെ ഉള്ളില് ഗായ്സ് നമ്മള് സ്പോൺ പ്രൂഫ് ചെയ്ത സ്ഥലം മൊത്തം സ്പോണാവും. ഓ, ഇവൻ 500 ഗൈസ്. ഇപ്പൊ ഒന്നും തീരൂല. അതാ പോയില്ലേ. പോയി. ബ്ലഡ്. ഓക്കെ ഗായ്സ്, ബൈ ദ വേ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് പേടിക്കാണ്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതേനു. ബട്ട് എന്ത് ചെയ്യാനാ ഗൈസ്, ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. ഞാൻ വെറുതെ ഹാർഡ് ആക്കി കുറച്ച് എക്സ്ട്രാ മോഡ്സ് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് വരുമെന്ന് എനിക്കുണ്ടാ മനസ്സിലാക്കി. ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത്, ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇതെടുക്കാം. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി വന്ന് എന്നെ തട്ടിക്കളഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച നമ്മളെ പണ്ട് കണ്ട ക്രാങ്കർ ആയിരിക്കും. അവൻ പൊട്ടനാ, അവൻ മുമ്പിൽ അവിടെ നിന്നേരൂ. സോ ഞാൻ വിചാരിച്ച അതാണ് സംഭവം. ഇത് മിമിക്കറായിരുന്നു ഗൈസ്. അവൻ കുറച്ച് സീനാ മിമിക്കർ. കുറച്ച് മോഡ്സിന്റെ പേരൊക്കെ ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട്. ഏതൊക്കെയോ മിമിക്കർ, ഗോട്ട്മാൻ ഡൊല്ലർ, പിന്നെ സ്റ്റീവ് ഡൊല്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. സോ ഗായ്സ് നമുക്ക് ഇനി അതാ ഇവനെയും കൂടി അങ്ങ് പിടിച്ചിട്ടാൽ നമ്മളെ
പോടാ, പുറത്തേക്ക് പോടാ, പുറത്തേക്കാരും പോ. ഗൈസ് ഇത് ക്രെഡിറ്റ് പറഞ്ഞ ഗ്ലിച്ചാണ് ഗൈസ്. സോ ഇത് കണ്ട ഇവിടെ ഒരു ഇതുണ്ടാവും, ബട്ട് നമ്മളെ 2 മോഡും കൂടി ഗ്ലിച്ചായതാണ്. നമ്മളെ 1 ബ്ലോക്കിന്റെ മോഡും പിന്നെ ഈ കാരി ഓൺ എന്ന് പറഞ്ഞ മോഡും ഗ്ലിച്ചായതാണ് സംഭവം. സോ റാബിറ്റ് വരുമ്പോൾ നമ്മൾ ആടുന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാണ്ട് നമ്മൾ അതിനെ പുറത്തോട്ട് ഇട്ടിട്ട് എടുക്കണേ ഗൈസ്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് മൈൻ ചെയ്യട്ടെ. ഞാൻ അതിനെ കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയാലൊക്കെ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചെറുതായിട്ടും സംഭവിച്ചു. എൻ്റെ തൊട്ടിപ്പറ എനിക്ക് ഉറപ്പാ ഹീറോവിനെയും വന്ന് ഉറപ്പാ. നിങ്ങൾ ഈ സൗണ്ട് കേട്ടോളെ ഗൈസ്, എനിക്ക് ഉറപ്പാ ഇത് ഇവിടെ ഞാൻ ഇവിടെ മൈൻ ചെയ്യുന്ന ഇടക്ക് ഇവിടെ ഹീറോബ്രീൻ വന്ന് ഇത് ഇടപെട്ട് വരുന്നതാണ് ഗൈസ്. ഞാൻ വിചാരിച്ച മോഡ് വല്ലതും വർക്കായിട്ടായിരിക്കും, ഹാർഡ് ഇടേറ്റ് ആയിരിക്കും ഗൈസ്. ഞാൻ ഹീറോബ്രീൻ്റെ മോഡൊന്നും എക്സ്ട്രാ ഇട്ടിക്കില്ല. നമ്മൾ പണ്ട് ഹീറോബ്രീന് വന്നിക്കില്ല, ബട്ട് ഇത് കറക്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പക്ഷേ കറക്റ്റ് അപ്പം ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. സോ ഞാൻ എന്നെ മൈൻ ചെയ്യട്ടെ ഗൈസ്. കുറച്ചൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട്, ഇത്രയെല്ലാം മൈൻ ചെയ്ത് ഞാൻ മൈൻ ചെയ്യട്ടെ. നമുക്ക് അടുത്ത ഫേസ് ഇന്ന് എങ്ങനെയെങ്കിലും ആക്കണം ഗൈസ്. സോ ഞാൻ അതായ നമ്മുടെ അടുത്ത കഞ്ഞിക്കുള്ള വകയായിട്ടുണ്ട്. ഇതിനെയും കൂടി അങ്ങ് എടുക്കാം. അമ്മേ കണ്ണ് കാണുന്നില്ല. ഉയ് ഓക്കെ, ഇനി നമുക്ക് കഞ്ഞി ഇഷ്ടം പോലെ കിട്ടും ഇവിടുന്ന്. ഞാൻ കുറച്ചുകൂടി മൈൻ ചെയ്യട്ടെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ചവടാ അമ്മേ ഹീറോബ്രീൻ കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കണ്ട് ഐ സി യു എന്ന് പറഞ്ഞിട്ട് ഹീറോബ്രീൻ വന്നത് ഞാൻ കണ്ട്. കറക്റ്റ് സമയത്ത് റെക്കോർഡ് ഓണാക്കി നന്നായി ഗൈസ്. സോ ഞാനൊരു കാര്യം പറയാൻ വന്നായിരുന്നു, നമ്മളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതായിരുന്നു കാര്യം. സംഭവം അത് പറയാൻ വന്നപ്പോഴത്തേക്കും ഇത് വന്ന്. ഓക്കെ ഗൈസ്, ഞാൻ ആരുടെ ഇത് ഇനി നമുക്ക് വെറുതെ അങ്ങ് വെച്ച് തള്ളിക്കളയാൻ പറ്റൂല ഗൈസ്. നമ്മൾ ആദ്യം സൗണ്ട് എഫക്റ്റ് മാത്രമുള്ളത് ഇപ്പൊ റിയൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാസോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ലൈക്കും ചെയ്യുക. പിന്നെ നമ്മൾ ജാവ എഡിഷനിൽ ആക്ഷൻസ് ആൻഡ് സ്റ്റഫിൻ്റെ കുറച്ച് മോഡ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ ലെറ്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ചാനലിലുണ്ട്, പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ അത് പ്ലേലിസ്റ്റിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതും ഒരു പ്ലേലിസ്റ്റിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കണ്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ചത്തിട്ട് വരാം. ഇതാ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം നിൽക്കുന്നുണ്ടാ, അതാണ് ഗോട്ട്മാൻ ബ്രില്ലർ. നമ്മളടുത്ത് കഞ്ഞി കുടിക്കാനുള്ള സമയമായി. കഞ്ഞി കുറച്ചുകൂടി കഞ്ഞി നമുക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, ഇനി ഇവൻ ഇവിടെ നിന്ന് ഡീസ്പോൺ ആവാണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്ന പണിയില്ല. കണ്ടാ, ഇതാണ് ഗോട്ട്മാൻ. ഉയ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിക്കാം ഗൈസ്. ഡീസ്പോൺ ആവെങ്കിൽ ഡീസ്പോൺ ആവട്ടെ. നമ്മളെ സ്പോൺ പ്രൂഫ് ഒന്നും ചെയ്തിട്ട് ഒരു ഉപയോഗവും ഇല്ല, എല്ലായിടത്തും അത് സ്പോൺ ആകുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഇവിടെ ഒന്നും ടോർച്ച് വെക്കാണ്ടിരുന്നാൽ ഇവിടെ മാത്രമേ സ്പോൺ ആവും. നമ്മളെ വീട്ടിൽ സ്പോൺ അതാ പോയി തോന്നുന്നു. ഓക്കെ, വീട്ടിൽ സ്പോൺ ആവില്ല എന്ന് ഗൈസ്. സോ അത് വെറും ഒരു മണ്ടത്തരം മാത്രമായിരുന്നു. വീട്ടിലൊക്കെ സ്പോൺ വില്ലേജർ അല്ലേ? തന്നെ വില്ലേജർ അല്ലേ? വില്ലേജറിന്റെ ഒരു സൗണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾ? ഹാന്ന് പറഞ്ഞിട്ട് വില്ലേജറിന്റെ ഭാഷയത്. വില്ലേജറിന്റെ സൗണ്ട് ഞാനും വില്ലേജറും തമ്മിൽ ഇപ്പം അടുത്തത്ര പൊരുത്തല്ല. എൻ്റെ കൂടി വീടുണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഞാൻ വില്ലേജറിൻ്റെ കൂടി എനിക്ക് ഡേട്ടിൻ്റെ ഹൗസ് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വില്ലേജറിൻ്റെ അടുത്ത് റിവെഞ്ചൊക്കെ എടുത്തിക്ക് നിങ്ങൾ ഷോർട്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഗൈസ്, ഞാൻ എന്തായിട്ട് ഇവിടെ നിന്ന് മൈൻ ചെയ്യട്ടെ, വേറെ വഴിയൊന്നുമില്ല. ഇനി എന്തെങ്കിലും വരുമോന്നും കൂടി എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ എന്തായിട്ടും കുറച്ചുകൂടി മൈൻ ചെയ്യട്ടെ. ഇതാ ഇവിടെ സോംബി സ്പോൺ ഉണ്ട്, 2 ഇതിനങ്ങ് തീർക്കാം. ഓ പിന്നെ എന്ത് കേക്കണ്ട ഫുൾ വയലൻസ്. ചെറുതൊരു സീനുണ്ട്, ചെറുതല്ല നല്ല സീനുണ്ട്. 2 ഹൊറർ മൂവ്സ്
ഞാൻ എപ്പോ അവിടെ പോയി വരുമ്പോ ഇത് ഓരോന്ന് വില്ലേജർ Bombardiro crocodilo. ഓക്കെ ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? കൂട്ടുമേനും ഞാൻ വെറുതെ എനിക്ക് പറഞ്ഞേ വില്ലേജറിന്റെ ഒച്ച കേട്ടിക്കുന്നു. വില്ലേജറിന്റെ അമ്മേ ഞാൻ പെട്ട്. ഇത് എവിടെ നിന്നല്ലാടെ ഇവിടെ കുറച്ച് ഒരു സമയത്താണ് എന്തിനെങ്കിലും ഇതേതാ ഏത് അമ്മേ ഗൈസ് അതൊന്നും എത്തി വെറുതെ പറയാന്നല്ല സീരിയസ് ആയിട്ട് എത്തി. ഞാൻ പോനക്ക് വൈതെന്ത് എന്തുവാ ഗൈസ് ഇത്? ഷീപ്പ് വായി വളർന്നിട്ടുള്ള സാധനം വന്ന് ഓക്കെ അവൻ ഡീസ്പോണായി പോയി. നമ്മളെ ഷീപ്പ് വായി വളർന്നത് എവിടെ വെക്കുന്നു? ഇവനെ ഇനിയിപ്പൊ തട്ടിക്കളയാ. ഇവൻ ഇങ്ങ് ഉള്ളു കാര്യമോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഒരു ബ്ലോക്ക് എടുക്ക. ഇവിടെ വെക്കാവാൻ പോയി. ഞാൻ മൂഞ്ചി ഓക്കെ ഓൾ സെറ്റാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹൊർമോപ്സിന്റെ മോഡ്സിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൗസാ ഹൊർമോപ്സിന്റെ ഒക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോഡ്സിന്റെ വീഡിയോ വേണോ അല്ലെങ്കിൽ മോഡ് പാക്കിന്റെ ആയിട്ട് വീഡിയോ വേണോ അധികം ഹെവി അല്ലാത്ത ഏതെങ്കിലും മോഡ് പാക്കിന്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ഇത് തീർക്കണം. ഇത് ചെവി എന്നാ അമ്മയുടെ പുളുസു അമ്മ മനസ്സിൽ വെച്ചാ മതി. പോടാ പൊട്ട അമ്മീര വന്ന് അടിച്ച് അമ്മയുടെ പുളുസു എന്തുവാടേ ഡീസ്പോൺ എടാ അതൊക്കെ ഒരു മന്ത്രമാണ്. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടു. അമ്മോ ഞാൻ പോന്നു. സോ ഞാൻ എന്തായിട്ടും കുറച്ചേരം ഇവിടെ നിൽക്കട്ടെ. ഒന്ന് രാവിലെ ആയിട്ട് നമുക്ക് മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഗോഡ്മാൻ സ്കോർ 0. സ്വിച്ചിട്ട പോലെയാണ് ഗൈസ് മോബ്സ് സ്പോണാന്ന്. എന്ത് വാ ഇത്? ഞാൻ പറഞ്ഞു തന്നെ എന്തോന്ന് വീണ്ടും പറയുന്നത്. ഇതിപ്പോ എത്ര പ്രാവശ്യം ഇത്? ഇവിടെ വന്ന് ഡോർ തുറക്കും ആടെ എന്തെങ്കിലും സ്പോണാവും. പിന്നെ ഇവിടെ വന്ന് ഡോർ തുറക്കും ആടെ എന്തെങ്കിലും സ്പോണാവും. ഓക്കെ ഹേ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് കുറെ മൈൻ ചെയ്ത്. പിന്നെ ഗൈസ് ഇവിടെ ഒരു സ്ക്രീപ്പർ സ്പോണായി ഗൈസ്. ക്രീപ്പറിന് അങ്ങ് തട്ടി ഇങ്ങോട്ടെ തട്ടിയേക്കാം. ആടെന്നാലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എല്ലാം പോവുക. സോ ക്രീപ്പറിനെ തട്ടാനുള്ള വഴി ഇപ്പുറത്തൂടെ ഓട്. ആരടാ അടി പൊട്ടല്ലേ? ഓ ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ ക്രീപ്പറിനെ തട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കൂടി ഒന്ന് പൊട്ടിക്കട്ടെ. ആരെ കൊണ്ട് എന്തൊരു ശല്യ. എന്റെ ഡോറും പൊട്ടിക്കാൻ തോന്നുന്നു. ഇവനെന്താ തൊഴയെന്നാ? നീന്തിക്കോ മോൻ നീന്തിക്കോ. ഞാൻ ഇവിടെ കുറേ നേരം നിന്ന് മനിത്. ബട്ട് എനിക്ക് അടുത്ത ഫേസ് ആക്കാൻ പറ്റിയില്ല. അടുത്ത നൈറ്റ് ആയി ഗൈസ്. ഇനി ഇവിടെ നിന്ന് മനി തീരെ നടക്കാത്ത കാര്യമാണ് ഗൈസ്. സോ ഇപ്പൊ തന്നെ കുറേ സാധനം ഇവിടെ സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പോൺ റേറ്റ് വളരെ കൂടുതലാണ്.
സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗോൾ കംപ്ലീറ്റ് ആക്കാനായില്ല, അതുകൊണ്ട് സോറി ഗൈസ്. സോ എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മോഡ് പാക്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പൊക്കോ, ടാറ്റാ ബൈ ബൈ.